ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ മത്സരം മതനിരപേക്ഷ ഐക്യത്തെ തകർക്കുവാനുള്ള നീക്കമാണെന്ന് CPM-ഉം LDF-ഉം ആരോപിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്തും രാഹുൽ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു എന്ന തിരിച്ചറിവ് CPM-നും LDF-നും ഇല്ലേ? ഇന്ന് വയനാട്ടിൽ കണ്ടതും അതുതന്നെയാണല്ലോ. ഇവിടെ എൻ്റെ സുഹൃത്ത് തിരുവഞ്ചൂർ പറഞ്ഞത് രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകും, പക്ഷേ ഞങ്ങളത് തന്നെ പറയണമെന്നില്ല. ഇവിടെ കുറേ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, അതിൻ്റെ എല്ലാം കണക്ക് ഞങ്ങൾ പറയും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന് തള്ളിയ പാർട്ടി കോൺഗ്രസ്സാണ്. ഞങ്ങളതിൻ്റെ ഒരു 1000-ലൊരു അംശം ഞങ്ങളുടെ ആക്രമണത്തിൻ്റെ ആരെങ്കിലും ആക്രമിച്ചതിൻ്റെ ഫലമായി മരിച്ചിട്ടില്ല. ആ കഥ നമ്മളും പറയില്ലേ? അതുകൊണ്ട് നിങ്ങളിവിടെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ രാഷ്ട്രീയം അതാണോ? മുഖ്യ രാഷ്ട്രീയം അമിതാധികാര വാഴ്ചയെ എതിർക്കലാണ്, ഫാസിസ്റ്റ് ഭരണ സമ്പ്രദായത്തെ എതിർക്കലാണ്, കൃഷിക്കാരെയും തൊഴിലാളികളെയും ഇന്ത്യയുടെ സമ്പദ്ഘടനയും ഒക്കെ തകർത്തവരെ തകർക്കലാണ്. അതല്ല നിങ്ങളെടുക്കുന്നത്. നിങ്ങൾക്ക് പണ്ടേ ഒരു ശീലമുണ്ട്, രാഹുൽ ഗാന്ധി പറയുന്നതിന് നിങ്ങൾ അനുസരിക്കില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ ശബരിമല സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിന് സ്വാഗതം ചെയ്തല്ലോ രാഹുൽ ഗാന്ധി. നിങ്ങൾ പറഞ്ഞു പറ്റില്ല. നിങ്ങൾ പോയി രാഹുൽ ഗാന്ധിയെ കൊണ്ട് അവസാനം കേരളത്തിലെ ഘടകം പറഞ്ഞതിന് ശരിവെപ്പിച്ചു. ഇതേപോലെ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ്മയെ അവിടെ താല്പര്യമില്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക്. നിങ്ങൾ പോയി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു അത് സാധിക്കില്ല, കേരളത്തിൽ ഞങ്ങളതിനെ എതിർക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വഴിതെറ്റിച്ചു. അദ്ദേഹം ഇപ്പോഴും വന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിങ്ങൾക്കനുസരണമായി പറഞ്ഞില്ല. നിങ്ങൾ പറയുകയാണ് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറയും. ഇത് തന്നെയാണ് കോൺഗ്രസ്. ചോദിച്ചപ്പോൾ ഇത് ജനാധിപത്യമാണെന്ന് പറയും. ഓരോരുത്തർക്കും തോന്നുന്നത് പറയുന്നതാണ് ഒരു പാർട്ടിയുടെ ജനാധിപത്യം എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ അശേഷം ആശങ്കയില്ല. ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഈ മതേതരത്വത്തിൽ വെള്ളം ചേർത്ത നിലപാട്, നിങ്ങളിപ്പോൾ അധികാരത്തിൽ വന്നല്ലോ, അധികാരത്തിൽ വന്ന മധ്യപ്രദേശ് BJP തോപ്പിച്ചിട്ടാണല്ലോ വന്നത്. BJP അവിടെ ഹിന്ദുത്വ കാർഡ് അടക്കുന്നു. നിങ്ങളെന്താ ചെയ്തിരിക്കുന്നത്? അധികാരത്തിൽ വന്നിട്ട് BJPയേക്കാൾ കൂടുതൽ ഹിന്ദുത്വ താല്പര്യമുള്ളവർ ഞങ്ങളാണെന്ന് തെളിയിക്കാൻ ഗോമൂത്രം സംസ്ഥാനം മുഴുവൻ ശേഖരിക്കും, ചാണകം കൊണ്ട് കേക്കുണ്ടാക്കി അതെല്ലായിടത്തും എത്തിക്കും. ഇതൊക്കെയല്ലേ നിങ്ങൾക്ക്? പിന്നെ പശുവിന് താമസിക്കാൻ പഞ്ചായത്ത് തോറും ഷെൽട്ടർ, ഭവനങ്ങൾ, മനുഷ്യന് താമസിക്കാനില്ല. ഇതെന്താണ് നിങ്ങൾ കാണിക്കുന്നത്? മധ്യപ്രദേശിൽ BJPയേക്കാൾ ഞങ്ങളാണ് ഹിന്ദു താല്പര്യം സംരക്ഷിക്കുക എന്നാണ്. ഗോവധ നിരോധനം വന്നപ്പോൾ നിങ്ങളെന്താ പറഞ്ഞത്? ഞങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഗോവധം നിരോധിച്ചുള്ള സംസ്ഥാനം. നിങ്ങൾക്ക് എന്തു ദേശീയതയാണ് ഉള്ളത്? നിങ്ങളും ഹിന്ദുത്വത്തെ ഈ മതേതരത്വത്തിൽ വെള്ളം ചേർത്ത് ജയിക്കാൻ എവിടെയൊക്കെ ഏതെല്ലാം പറ്റുമോ അതെല്ലാം സ്വീകരിക്കുമോ നിലപാടാണ് നിങ്ങളിരിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളം ചേർക്കാത്തൊരു മതേതരത്വം ഉയർത്തിപ്പിടിക്കണം ഇന്ത്യയിൽ. ആ മതേതരത്വം ഉയർത്തിപ്പിടിക്കാനാണ് ഇടതുപക്ഷം നിൽക്കുന്നത്. ഞങ്ങളത് ഉയർത്തിപ്പിടിക്കും, അതിനകത്തൊരു സംശയം വേണ്ട. കോൺഗ്രസിനെ പോലെ വളർന്ന് പന്തലിച്ച പാർട്ടിയൊന്നുമല്ല ഞങ്ങളുടെ ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. ആ നയമാണ്, നിലപാടാണ് നിങ്ങളെ ഒന്നാം UPA ഗവൺമെൻറ് ഒട്ടേറെ കാര്യങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതിനുശേഷം ഞങ്ങളില്ലാതെ നിങ്ങൾ ഭരിച്ചപ്പോൾ നിങ്ങളുടെ മന്ത്രിമാർ അവസാനം നരേന്ദ്രമോദി വന്ന് ഓരോന്നിനോരോന്ന് ജയിലിലാക്കേണ്ടി വന്നു. അഴിമതിയും മുങ്ങിക്കുളിച്ചു. ഫസ്റ്റ് UPA ഗവൺമെൻറ് സാധിച്ചില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഒരു സഹകരണവും അവിടെ ഒരു നിയന്ത്രണം ഉണ്ടായതിന്റെ ഫലമായിട്ടാണ്. അത് ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഗവൺമെന്റ് ഫലമായിട്ട് LDF-ന്റെയും നിലപാട് എന്ന കാര്യം വ്യക്തമാണല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരുന്നു അത് അതേപടി തന്നെ ഉന്നയിക്കാൻ പോവുകയാണ്. മൃദു ഹിന്ദുത്വ സമീപനമൊക്കെ അതിന്റെ ഭാഗമായി തന്നെയാണ്. രാഹുൽ വന്നതോടുകൂടി അതിന് ശക്തി കൂട്ടുകയും ചെയ്യും ഇടതുപക്ഷം. മഞ്ജുഷ്, വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം കേരളത്തിലെ ജനതയ്ക്ക് അറിയാമല്ലോ. നിരീശ്വരവാദം പറഞ്ഞിട്ടല്ലേ ഇവർ കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്നത്. ഇവരുടെ ദേവസ്വം മന്ത്രിമാർ പോയി നീണ്ടു തൊഴുതോണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ മാതൃഭൂമി ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ടല്ലോ. വെറുതെ തൊഴുതോണ്ടിരിക്കുന്നു. സ്വാമിമാരുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിൽക്കുന്നു. ഇവരുടെ മന്ത്രിമാരാണ്. ഇവരെന്ത് നടപടിയെടുത്തു? ഇവർക്ക് ആർക്കെതിരെ നടപടി? വെറും അവസരവാദത്താണ്, പച്ചയ്ക്കുള്ള അവസരവാദത്താണ്. ആ അവസരവാദത്തെ ഈ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നടത്തുകയാണ്. അതൊന്നും രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കാനേ പോകുന്നില്ല. ആനന്ദൻ ചോദിച്ച ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിട്ട് പോകുന്നു, ഞങ്ങൾ അതൊന്നും അനുസരിക്കില്ല, ഞങ്ങൾ വേറെ കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കും. ഈ ഒരു നിലപാടാണല്ലോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന്. എൻ്റെ വാക്കിലൂടെ ആഗ്രഹമൊന്നും വന്നിട്ടില്ല. വന്നു എന്ന് വരുത്തേണ്ടത് ആനത്തലവട്ട ആനന്ദൻ്റെ ആഗ്രഹമാണ്. അതൊട്ട് നടക്കാനും പോകുന്നില്ല. രാഹുൽ ഗാന്ധി പറയുന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ വാക്ക്, ഓരോ കോൺഗ്രസ്സുകാരുടെ അവസാനത്തെ വാക്ക്. പക്ഷെ പറഞ്ഞ കാര്യം ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാർട്ടി പറയരുത് എന്നല്ല. പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി പറയട്ടെ, അതാണല്ലോ പറയുന്നത്.
ആ നിലപാട് രാഹുൽ ഗാന്ധി ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ജനപ്രതിനിധിയായി നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പറയാനേ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ വലിപ്പവും ഇവരുടെ ചെറുപ്പവുമാണ്. ഈ രണ്ട് വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ CPM-നെ കണക്കിലെടുത്തിട്ടില്ല. പക്ഷേ CPM-ൻ്റെ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നതും അനുകൂലിക്കുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കാര്യം എന്ന് പറയുന്നത് CPM-നെ പേടിച്ചിട്ടാണ് ഇങ്ങനെ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നാണ്. ശ്രീ അനന്തരവട്ട മാനന്തൻ, അങ്ങനെയല്ല, രാഹുലിൻ്റെ വലിപ്പമാണ് കാണിക്കുന്നത്. ഞങ്ങളെ പേടിച്ചിട്ടാണെന്ന് ഞങ്ങൾ എങ്ങും പറയാറില്ലല്ലോ. എന്താണെന്ന് ന്യൂനപക്ഷ സൈബർ പോരാളികൾ ഇടതുപക്ഷത്തേക്ക് വരും, നാട്ടിൽ ഞാൻ പറഞ്ഞത് ഈ ശ്രീ രാഹുൽ ഗാന്ധി എടുത്ത നിലപാടിനോടൊക്കെ ഞങ്ങൾ അതിൻ്റെ കീഴിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞല്ലോ. ശബരിമല കേസ് സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ വിധിയിൽ രാഹുൽ ഗാന്ധി എടുത്ത നിലപാടാണ് നിങ്ങളുടെ നിലപാട്? അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട്. ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞാൽ ഒരു വിഷയമേ അല്ല ശബരിമല എന്ന് പറഞ്ഞ LDF രാഹുൽ ഗാന്ധി എടുത്തിട്ടിരിക്കുകയാണ്. രാഹുലിന്റെ നിലപാട് പഴയത് തന്നെയാണോ എന്ന് നിങ്ങൾ ചോദിച്ചതാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് അറിയിച്ച ദിവസം വിഷയമേ അല്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങളെ കാര്യത്തിൽ അവരുടെ വിഷയമല്ല. പിന്നെ എന്താണ് രാഹുലിന്റെ നിലപാട് വീണ്ടും നിങ്ങളാണ് ആ വിഷയം എടുത്തിരുന്നത്? മഞ്ജുഷേ, ഞാൻ ഈ ചോദിച്ചത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധി പറയുന്നതാണ് ഞങ്ങൾക്ക് ശിരസ വഹിക്കുന്നത്, ഞങ്ങൾ അതിന് അണികട മാറില്ല. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞല്ലേ? പേടിക്കേണ്ട കാര്യം തമ്മിൽ ഉള്ളൊരു ചക്കളത്തിൽ പോരാണെന്ന് എല്ലാവർക്കും അറിയാം. പണ്ട് ഏതോ മലയാള സിനിമയിൽ പറഞ്ഞല്ലോ, ദാസനും വിജയനും കൂടെ പറഞ്ഞു, നീ എത്ര വേണോ അടിച്ചോ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ തിരിച്ചടിക്കൂല, എന്നെ കൂടെ കൊണ്ടുപോയാൽ മതിയെന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞതും അത് തന്നെയാണ്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എത്ര വേണമെങ്കിലും പ്രശ്നം ഉണ്ടായിക്കോ, ഞാൻ നിങ്ങളെ ഒന്നും പറയില്ല, എന്നെ ഒന്ന് ജയിപ്പിച്ചു തന്നാൽ ഇത് തന്നെയാണ് നിലപാട്. ഞങ്ങൾ ഇവിടെ ആനത്തലവട്ട ആനന്ദ അവസാനം പറഞ്ഞതിന് ഞാനൊരു വാക്ക് പറയാം. ഇന്ത്യയുടേതെന്നും ചൈനയുടേതെന്നും പറയുന്ന ഭൂപ്രദേശം എന്ന് പറഞ്ഞ EMSന്റെ പ്രസിദ്ധമായ വാക്കിൽ ഇവിടെ ആനത്തലവട്ടം ആനന്ദൻ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി പിന്നെ യാഥാർത്ഥ്യമായത് അദ്ദേഹം പറഞ്ഞു, നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന മഞ്ഞുമലയ്ക്ക് വേണ്ടി യുദ്ധമല്ല പ്രശ്നം, കൂടിയാലോചിച്ച പ്രശ്നത്തിന് പരിഹാരം കാണണം. ഇന്ദിരാഗാന്ധി അംഗീകരിച്ചില്ല. പിന്നെ ചൈനയിൽ പോയി, ചൈനയിൽ വെച്ച് കൂടിയാലോചന നടത്തി, അംബാസഡർമാരെ പുനഃസ്ഥാപിച്ചു. ഞങ്ങൾ പറഞ്ഞ കാര്യമല്ല. കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചപ്പോൾ, ഇന്റർനാഷണൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പ്രസക്തി. അദ്ദേഹം പറഞ്ഞത് ചൈനയ്ക്കെതിരായി ലോകരാഷ്ട്രങ്ങളുടെ ഒരു അച്ചുതണ്ട് വരുന്നുണ്ട്, ജപ്പാൻ, ഇന്ത്യ. നന്ദി ശ്രീ ജയപത്മകുമാർ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതോടുകൂടി UDF-ന് ഊർജ്ജം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. എങ്കിലും ശക്തമായി തന്നെ ഈ ഒരു തരംഗത്തെ നേരിടുവാനാണ് LDF-ന്റെയും നീക്കം. വരും ദിവസങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ കാര്യം കൂടുതൽ ചർച്ചാ വിഷയമാകും എന്ന കാര്യം ഉറപ്പാണ്. ഇടവേളയ്ക്ക് ശേഷം വക്രദൃഷ്ടി.